ബംഗാളീസും തമിഴന്മാരും ഇല്ലാത്ത കേരളം, പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനത്തെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. നമ്മളെ നാട്ടിലിപ്പം നമ്മളെക്കാളും കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാർ പുറമേ രാജ്യത്ത് നിന്ന് പുറമേ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഹലോ, എന്താ പേര്? നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് പലരും ഇപ്പോഴും ബാക്ക്വേർഡ് തന്നെയാണ്. അവരുടെ ഇത് വിട്ട് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഹലോ, എന്താണ് പേര്? ഷമീർ. എന്ത് ചെയ്യുന്നു? വണ്ടിയിലാണ്, ബസ്സിലാണ്. ബസ്സിലാണ്. അപ്പൊ ഏത് റൂട്ടിലോടുന്ന ബസ്? ഫറൂഖ് കൊണ്ടോട്ടി. സൈഫുദ്ദീൻ. ബസ്സിൽ പോകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട് അല്ലേ? അപ്പം വോമിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അഡ്വൈസ് കൊടുക്കാറുണ്ടോ ചോദിച്ചാൽ വോമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കവറ് സൂക്ഷിക്കാറുണ്ട്. ഹെൽപ്പ് മാത്രമേ ഉള്ളൂ, അഡ്വൈസ് ഒന്നുമില്ല. ബാക്കിയുള്ള സ്ഥലത്തിനേക്കാളും കൊണ്ടോട്ടിയിൽ വരുന്ന സമയത്ത് എന്ത് ഫീലാണ് ഉണ്ടാവാറ്? കൊണ്ടോട്ടി സ്റ്റാൻഡിൽ വന്ന് നിൽക്കും. നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്, അതുകൊണ്ട് എപ്പോഴും വരുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ ട്രെൻഡ് മീൻസ് കണ്ണെഴുതിയേക്കുന്നത്, താടി വളർത്തിയേക്കുന്നതൊക്കെ കലിപ്പ് മോഡ് ഓൺ. ദുൽഖറിന്റെ ഫാനാണോ? അതിന്റെ മുന്നേ ഉള്ളതാണ്. അപ്പം ദുൽഖർ ഇത് കണ്ടിട്ട് തുടങ്ങിയായിരിക്കും. ക്യാരി ഓൺ, താങ്ക് യു. അപ്പം ഇവർ പറഞ്ഞേക്കുന്നത് ഈ സ്റ്റൈലൊക്കെ ദുൽഖർ ഇവരെ കണ്ട് പഠിച്ചതാന്നാ. അങ്ങനെ പല ബിരുദന്മാരും പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട്.